ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാത്രത്തിൽ അരപ്പാത്രം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പട്ട ഇട്ട് കൊടുക്കാം. ഞാനിത് ബിരിയാണി വെക്കാൻ വേണ്ടിയാണ്. പട്ട, ഗ്രാമ്പ്, തക്കോലം, ഏലക്ക ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അരി കഴുകി വൃത്തിയാക്കി 20 മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അരി ഒരു 1/4 വേവ് ആവുമ്പോഴത്തേക്ക് ഞാനിതിനെ വാർത്തിട്ടാണ് എടുക്കാൻ പോണത്. വാർത്തിട്ട് എടുക്കണമെന്ന് ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. അരി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വാർത്തിട്ട് കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയും വറുത്ത് കോരി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാള അരിഞ്ഞതുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനെയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. സവാള വറക്കുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചിക്കനിലേക്ക് വേണ്ടിയാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ പിന്നെ രണ്ടാമത് മുളകിടയോ ഒന്നും ചെയ്യുന്നില്ല. എല്ലാ മസാലയും ഇതിൽ തന്നെ ഇട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എരിവെല്ലാം നിങ്ങൾ ആവശ്യാനുസരണമാണ് ഇടേണ്ടത്. ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം, മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ കുറച്ച് ബിരിയാണിയിലേക്ക് വറുത്ത് കോരിയ സവാളയുണ്ട്, അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ എടുത്ത് നമുക്കൊന്ന് നല്ലതായിട്ട് വന്ന് കൈ കൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മിക്സി ജാറിൽ അടിച്ചു വെച്ചിട്ടുള്ള അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാം. ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക്, പട്ട ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയെ ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി മിക്സി ജാറിൽ അടിച്ചെടുത്തതാണ്, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടി കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റി വന്നതിന് ശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഒന്ന് വെന്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് 1/2 മണിക്കൂർ നമുക്ക് വേവിച്ചെടുക്കണം. ഇതൊന്ന് വെന്ത് ഏതാണ്ട് ആവാറാവുമ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് കുക്കറിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ കുറച്ച് ചിക്കൻ കോരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് ബിരിയാണി ചോറ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കാഷ്യൂനട്ടും സവാള പൊരിച്ചതും കൂടി ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതിനെ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ സിമ്മിലാക്കി തന്നെ വെച്ചിങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം ഒരു പീസിൽ വരാൻ കണക്കാക്കി വെച്ചിരുന്നാൽ മതി. ഉടനെ തന്നെ സ്റ്റൗവിന് ഓഫ് ചെയ്ത് വെക്കുന്നു. തണുത്തതിന് ശേഷം കോരി നമുക്ക് മാറ്റാം. നല്ല ഒരു ചിക്കൻ ബിരിയാണി. അത് കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.